മാസപ്പടി കേസിൽ അന്വേഷണം പിണറായിക്ക് എതിരാണെങ്കിൽ രാഷ്ട്രീയമായി പ്രതിരോധിച്ചാൽ പോരെ? ഇപ്പോഴുള്ള സഖാക്കളുടെ അമിതാവേശം അത്രയ്ക്ക് നന്നല്ല. ഇഡി നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ പാർട്ടി പ്രതിരോധിക്കേണ്ട ആവശ്യം എന്താണ്? സ്വന്തമായി ബിസിനസ് നടത്തുന്ന മകൾക്കെതിരെയുള്ള കേസിനെ രാഷ്ട്രീയമായി പാർട്ടി പ്രതിരോധിക്കുന്നത് ഉചിതമല്ല. പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അതിശക്തമായി ഉയർന്നു പൊങ്ങുകയാണ്. CPMന്റെ പല നിലപാടുകളോടും എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് CPI. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ മകൾക്കെതിരെ ഇഡി നടത്തുന്ന നീക്കങ്ങളിൽ CPM നടത്തുന്ന രാഷ്ട്രീയ പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ CPIയിൽ ആശയക്കുഴപ്പം വന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച ചേർന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ നിലപാടിനെതിരെ രംഗത്ത് വന്നത്. സ്വന്തമായി ബിസിനസ് നടത്തുന്ന മക്കൾക്കെതിരെയുള്ള കേസിനെ രാഷ്ട്രീയമായി പാർട്ടി പ്രതിരോധിക്കുന്നത് ഉചിതമല്ലെന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാന വിമർശനം. ഇഡിക്കെതിരായ പ്രതിഷേധങ്ങളിൽ സംസ്ഥാന നേതൃത്വം അമിത ആവേശം കാണിക്കേണ്ടതില്ലെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അന്വേഷണം പിണറായിക്ക് എതിരാണെങ്കിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കാം, എന്നാൽ മകൾക്കെതിരെയുള്ള കേസിൽ നിയമപരമായി പിന്തുണ നൽകിയാൽ മതിയെന്നും രാഷ്ട്രീയപരമായി രംഗത്തിറങ്ങുന്നത് അനുചിതമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ ഭിന്ന അഭിപ്രായം ശക്തമായതോടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാട് മയപ്പെടുത്തി. ഇഡി റെയ്ഡിനെതിരെയുള്ള ചില പ്രതിഷേധ രംഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഇഡി റെയ്ഡ് മുഖ്യമന്ത്രി VD സതീശനും BJPയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന CPM വാദം CPI ഏറ്റെടുത്തില്ല. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. പിണറായിയുടെ ഒപ്പം താമസിക്കുന്നതിനാലാണ് ഇഡി സംഘം വീട്ടിലെത്തിയതെന്ന വാദത്തോടും ബിസിനസ് നടത്തുന്ന മകൾ ഒപ്പം താമസിക്കുന്നത് ശരിയാണോ എന്ന് ചില നേതാക്കൾ ചോദ്യമുയർത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി CMRൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ഈ അപ്പീൽ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് കമ്പനിയുടെ ആവശ്യം. CMRൽ ഓഫീസുകളിൽ ഇഡി വിപുലമായ റെയ്ഡുകൾ നടത്തിയതിനും തുടർ നടപടികളിലേക്ക് നീങ്ങുന്നതിനും പിന്നാലെയാണ് കമ്പനിയുടെ ഈ നിർണായക നീക്കം. നേരത്തെ ഇഡി അന്വേഷണത്തിനെതിരെ CMRൽ നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. ഇഡിക്ക് സമാന്തര അന്വേഷണം നടത്താൻ നിയമപരമായ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കമ്പനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയുടെ ചില നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടി SFIO നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇഡിക്ക് അന്വേഷണം നടത്താൻ കഴിയില്ലെന്നാണ് CMRലിന്റെ പ്രധാന വാദം. SFIOയുടെ പരാതി ഒരു പ്രെഡിക്കേറ്റ് ഓഫൻസ് ആയി കണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഇഡിക്ക് സാധിക്കില്ലെന്നും നിയമപരമായ പിശകുകൾ ഈ നടപടികളിലുണ്ടെന്നും കമ്പനി വാദിക്കുന്നു. ഹൈക്കോടതി അവധിയിലേക്ക് കടക്കുകയാണെന്ന സാഹചര്യത്തിൽ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന നിലപാടിലാണ് CMRൽ. കേന്ദ്ര സർക്കാരിനായി അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ കേസിൽ ഹാജരാകുന്നുണ്ട്. വിശദമായ വാദം കേൾക്കുന്നതിനായി കേസ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. മാത്രമല്ല, മാസപ്പടി ഇടപാടിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMR ഹർജിയെ ഹൈക്കോടതിയിൽ ശക്തമായി എതിർക്കാൻ തയ്യാറാവുകയാണ് ഇഡി. സമാഹരിച്ച തെളിവുകൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കി ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ അക്രമ സംഭവങ്ങളും ഡിവിഷൻ ബെഞ്ചിൽ അറിയിക്കും. അതേസമയം ദില്ലിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം രണ്ടാം ഘട്ട അന്വേഷണത്തിലുള്ള തയ്യാറെടുപ്പുകളും കൊച്ചി ഇഡി യൂണിറ്റ് പൂർത്തിയാക്കി വരികയാണ്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ അടക്കം ഹൈക്കോടതിയിലെത്തി ഇഡി അന്വേഷണം തടയിടാനാണ് CMRൽ ശ്രമം. കേസിലെ സമാഹരിച്ച തെളിവുകളടക്കം ഹാജരാക്കി ഹർജിയെ എതിർക്കാൻ അഡീഷണൽ സോളിസിറ്റർ ജനറലിനെയും ഇഡിയും എത്തിക്കുക. ഒരു വർഷം വിധി പറയാനായി മാറ്റിവെച്ച് ഒടുവിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇഡി അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കിയത്. അതിന് തൊട്ടടുത്ത ദിവസം വീണ ടിയെ ഇഡി ചോദ്യം ചെയ്തു. രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് കടക്കാൻ പര്യാപ്തമായ തെളിവുകൾ കിട്ടിയെന്നാണ് ഇഡിയുടെ ആത്മവിശ്വാസം. എന്നാൽ CMRലിന് അനുകൂലമായ അന്വേഷണം ഡിവിഷൻ ബെഞ്ച് വീണ്ടും സ്റ്റേ ചെയ്താൽ ഇഡിക്ക് അത് വലിയ തിരിച്ചടിയാകും. ഇതൊഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മാസപ്പടി ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം നൽകിയെന്ന വിവരം അധിക സത്യവാങ്മൂലം സമർപ്പിച്ചാണ് നേരത്തെ ഇഡി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ ധരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.